അഖിൽമാരാർ സീസൺ പോലെ ഫാമിലിയെ കയറ്റി വരുന്ന ടാസ്ക് ഉടനെ വെക്കണം. മിക്കവാറും മിങ്കിൾ ആയി പോയ അക്ബർ ഖാൻ സിംഗിൾ ആയിട്ട് തിരിച്ചു വരാൻ പല ചാൻസും കാണുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പൊ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കറണ്ട് ഇല്ല. രാവിലെ 9 മണി തൊട്ട് 6 മണിയുടെ ഷട്ട് ഡൗൺ ആണ് ഇവിടെ. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇത്ര സമയം വീഡിയോ എടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ വെയിലുള്ളത് കൊണ്ട് അത്യാവശ്യം ഫേസിൽ ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് ഓക്കെ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പൊ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ഇത്രയും ദിവസം ഞാൻ ചെയ്ത ബിഗ് ബോസ് റിയാക്ഷൻ വീഡിയോന്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് ആരാന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഇട്ടേക്കുന്ന കമന്റ് എന്തായിരുന്നു വെച്ചാല്, അനുമോളുടെ PR വർക്ക് എടുത്തിരിക്കുവാണോ, നിങ്ങൾ വിചാരിച്ചാൽ ഒന്ന് ജിസയിൽ തകർക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു കമന്റ് വന്ന്. ഏകദേശം ഒരു പാരഗ്രാഫ് തന്നെ ഉണ്ടായിരുന്നു ആ കമന്റ്. എന്റെ വീഡിയോയില് ജിസയിൽ മോശമാണോ അല്ലെങ്കിൽ ജിസയിൽ ഗെയിം കളിക്കുന്നില്ലാന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. ജിസയിൽ കാണിക്കുന്ന ചെറിയ മിസ്റ്റേക്സ് കൊണ്ട് എനിക്ക് ജിസേലിനോട് ചെറിയൊരു ദേഷ്യമുണ്ട് എന്നല്ലാതെ ജിസയിൽ ഇന്നവരെ ഒരു മോശമായിട്ട് ഗെയിം കളിക്കുന്നൊന്നും ഞാൻ ഇന്നവരെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, പിന്നെ ഈ പറഞ്ഞതുപോലെ കാണാത്തൊരു കാര്യം പറഞ്ഞിട്ട് അനുമോളെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചൊരു കാര്യം. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജിസേലിന് മറ്റേ മേക്കപ്പ് ഇഷ്യൂ. ജിസേൽ മേക്കപ്പ് യൂസ് ചെയ്തതിന്റെ പേരിലും, ജിസേൽ മാത്രമല്ല അവിടെ പലതും ഉപയോഗിച്ചതിന്റെ പേരിലും ജിസേലായിരുന്നു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത്. ആ സമയത്ത് ബിഗ് ബോസ് നിർത്തലാക്കുന്നു വരെ വാർണിംഗ് ചെയ്ത സമയത്തും അത് കഴിഞ്ഞിട്ടും ജിസേൽ ഇതേപോലെ മറ്റേ ഫൗണ്ടേഷൻ ക്രീം എന്തോ യൂസ് ചെയ്ത് അങ്ങനത്തെ ഒരു സംഭവം വന്നതുകൊണ്ടാണ് അതിനെപ്പറ്റി മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അല്ലാതെ ജിസേൽ ഇന്നവരെ അവിടെ മോശം ഒരു ഗെയിമറാണോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നില്ല, ആക്റ്റീവ് ഇല്ലാന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മനുഷ്യത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യത്വം ഉണ്ട്. പക്ഷെ അവിടെയുള്ളവരെ എല്ലാവർക്കും മനുഷ്യത്വം ഉണ്ട് എന്നൊന്നും ജിസേലിനെ പറയാൻ പറ്റില്ല. എന്തൊക്കെയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബോസ് നമ്മുടെ സീസൺ 7 ഏറ്റവും മികച്ച 5 കണ്ടസ്റ്റൻസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 5 ജിസേൽ ഉണ്ടാകും. ഉറപ്പായിട്ടും ജിസേൽ ഉണ്ടാകും. കാരണം ജിസേൽ വളരെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ഇല്ലാത്ത കാര്യങ്ങൾക്ക് അനുമോളെ ചുമ്മാ ട്രിഗർ ചെയ്യുന്നതിന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. തിരിച്ച് അനുമോളും അതുപോലെ ട്രിഗർ ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് അതും ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. അനുമോളെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടും ഇല്ല. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എല്ലാരും കൂടെ ഒരുമിച്ച് അനുമോളെ ഇങ്ങനെ ഇതാക്കുന്ന ഒരു ടാർഗറ്റ് ചെയ്യുന്ന, അതുകൊണ്ട് മാത്രമേ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളൂ. നമുക്കാണേലും കാണുമ്പോൾ ഒരു പാവം തോന്നില്ല, അത്രയും ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കമന്റിൽ വന്നത് അവർ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഞങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ കമന്റിൽ എനിക്ക് പറയാനുള്ള കാരണം വെച്ചാൽ, ഒരു കോമഡി ഒരു ഫണ്ണി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുമോ കമന്റ്സ്. കാരണം എന്ന് വെച്ചാൽ, എന്റെ വീഡിയോസിനൊക്കെ ഞാൻ PR വർക്ക്, അനുമോളുടെ PR വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും. എന്റെ വീഡിയോസ് ഞാനിപ്പോൾ ഏകദേശം 2 ആഴ്ച ആയതേ ഉള്ളൂ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട്. ആ വീഡിയോസിനൊക്കെ എനിക്ക് വരുന്ന വ്യൂസ് എത്രയാന്ന് വെച്ചാൽ 500, 600, 400 ഇത്രയൊക്കെയാണ് എനിക്ക് വ്യൂസ് വരുന്നത്. അത്രയും വ്യൂസ് വരുന്ന ഒരു യൂട്യൂബ് ചാനൽ, അതായത് ഒരു കണ്ടന്റ്, ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അതിന് വരുന്നത് ഇത്ര വ്യൂസ് എനിക്ക് വരുന്നുള്ളൂ. അത്ര വ്യൂസ് വരുന്ന എനിക്ക് ആരെങ്കിലും PR വർക്ക് തരുമോ? ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നതിന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിരുന്നത്, അതായത് എന്റെ റിയാക്ഷൻ വീഡിയോന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിരുന്നത്, പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ, പിന്നെ അതേപോലെ തന്നെ വാട്ട് 8 ഡേ, അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് വ്യൂസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ സമയത്ത് എനിക്ക് 22 വ്യൂ, ഒരു ലെങ്തി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഷോർട്സിന് നല്ല വ്യൂ പോകുന്നുണ്ട്. പക്ഷെങ്കിൽ ലെങ്തി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 22 വ്യൂ, 23 വ്യൂ, 100 പേര് ഇത്രയൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ റിയാക്ഷൻ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴേക്കും എനിക്കത് കുറച്ചും കൂടെ കൂടിയിട്ട് 400 പേര്, 600 പേര്, 500 പേരൊക്കെ കണ്ടു തുടങ്ങി. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ളവരെ ഇതാക്കണമെന്നോ അല്ലെങ്കിൽ ജിസേലിനെ തരം താഴ്ത്തി പറയണമെന്നോ അല്ലെങ്കിൽ അനുമോളെ പൊക്കിപ്പെടണമെന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്യുന്നതല്ല ഇത്. എന്റെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. എനിക്ക് ആകെ ഉള്ളത് ഒരു 2.6 സബ്സ്ക്രൈബേഴ്സാ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ വ്യൂസ് ഒക്കെ എനിക്ക് വളരെ കുറവാണ്. എന്റെ അക്കൗണ്ട് കാണുന്ന ഒരാളിന് ആരുടെ എനിക്കൊക്കെ PR വർക്ക് തരുന്നത്, അതൊക്കെ നമുക്ക് കോമൺ സെൻസിൽ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഇന്നലെ രാത്രിയായിരുന്നു എനിക്ക് ആ കമന്റ്സ് വന്നത്. അതായത് ഇതേപോലെ തന്നെ നിങ്ങൾ വിചാരിച്ചാൽ ജിസേലിനെ തകർക്കാൻ പറ്റില്ല, നിങ്ങൾ എല്ലാവരും ഫേക്ക് ആണ്, നിങ്ങൾ അനുമോളുടെ PR വർക്ക് എടുത്ത് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കമന്റ്സ് ഉണ്ടായിരുന്നത്. ആ കമന്റ് വന്നിട്ട് ഒരു 1 hour ആയി. അപ്പോഴാണ് ഞാൻ കാണുന്നത്. ഞാനത് കണ്ട് അത് ഓപ്പൺ ചെയ്ത് ഞാൻ അതിന് കമന്റ് ചെയ്ത് അത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ആ കമന്റ് ഡിലീറ്റ് ചെയ്ത്. മേ ബി അവർക്ക് മനസ്സിലായി കാണും. എന്റെ അക്കൗണ്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി കാണും. കാരണം ഇത്രയും വ്യൂസ് ഉള്ളൂ, പിന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, അതുകൊണ്ട് ഒരിക്കലും PR വർക്ക് കൊടുക്കാൻ ചാൻസ് ഇല്ല എന്ന് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും അവർ ഡിലീറ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ കമന്റ്സ് വന്നപ്പോൾ എനിക്ക് സന്തോഷമായെന്ന് തന്നെ പറയാം. കാരണം എന്താന്ന് വെച്ചാൽ, ഇത്രയും കാലമായിട്ട് എന്റെ അമ്മ, അനിയത്തി, പിന്നെ ഫ്രണ്ട്സ്, അതിൽ മാത്രം ആ ഒരു സ്പേസിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരുന്ന എന്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇട്ടത് നെഗറ്റീവ് കമന്റ് ആണ്, എന്നാൽ പോലും പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അതിൽ കമന്റ് ഇട്ടപ്പോഴേക്ക് എനിക്ക് സന്തോഷമായി. അതാണ് കാരണം. പുറത്തുനിന്ന് ഒരാളാണല്ലോ വന്ന് കമന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അത്രയും റീച്ച് പോകുന്നുണ്ട്. അത് കുറച്ചും കൂടെ എന്റെ ഫ്രണ്ട് സർക്കിളും എന്റെ ഫാമിലി മെമ്പേഴ്സും അല്ലാതെ പുറത്തേക്കൂടെ ആ വീഡിയോ പോകുന്നെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്.
പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയുന്നത് പിന്നെ ഞാൻ അനുമോള് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത, അതായത് എനിക്ക് ഭയങ്കര വെറുപ്പ് തോന്നിയ ഒരു 3 കണ്ടസ്റ്റൻസ് ഉണ്ട്. ആരൊക്കെയാന്ന് വെച്ചാൽ അനുമോള്, പിന്നെ ഷാനവാസ്, പിന്നെ അനീഷ്. ഇവര് 3 പേരും എനിക്ക് ഇഷ്ടേ അല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അനീഷ് വന്നിട്ട് എപ്പോഴും വെറുപ്പിക്കുന്ന സ്വഭാവം അറിയാലോ. മിക്ക വീഡിയോസിലും ഒരു കാര്യം തന്നെ പറഞ്ഞ് മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന സ്വഭാവം ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഷാനവാസിന്റെ എന്ന് വെച്ചാൽ ഫസ്റ്റ് വന്നുടനെ മറ്റേ ജിസേലിന്റെ ഒരു ഇഷ്യൂ, മറ്റേ ഡ്രസ്സിന്റെ പേരും പറഞ്ഞ് ജിസേലിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഷാനവാസിന്റെ, പിന്നെ അത് മാത്രമല്ല ഒരു മാനിപ്പുലേഷൻ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന ഒരു സീനൊക്കെ ഫസ്റ്റിലുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഫസ്റ്റിലുണ്ടായിരുന്നു. ആ ഒരു സീനൊക്കെ വെച്ചിട്ട് എനിക്ക് ഷാനവാസിനെ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അനുമോള് വന്നുടനെ കരച്ചിലായിരുന്നു. പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കത്തില്ല, അവിടെ എവിടെയും പോയിട്ട് കുശുമ്പ് പറയലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു ഇതില് എനിക്ക് ഈ 3 പേര് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ്. കാരണം അവരുടെ ഗെയിം സ്ട്രാറ്റജി മാറ്റി. പിന്നെ അത് മാത്രല്ല, ഈ അനീഷിന്റെതൊക്കെ അതാണ് ഗെയിം സ്ട്രാറ്റജി. കാരണം പുള്ളി ഒറ്റക്ക് കളിക്കാൻ വന്നത് കൊണ്ട് ബാക്കിയുള്ളവർ വെറുത്താലും പുള്ളിക്ക് കുഴപ്പമില്ല. അതെനിക്ക് മനസ്സിലായി തുടങ്ങിയതിന് ശേഷമാണ് ഈ 3 പേരെ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അവിടെ എന്ത് പ്രശ്നം വന്നാലും, എന്ത് മിസ്റ്റേക്സ് വന്നാലും അതിനൊക്കെ കയറി പിടിച്ച് ഈ കുറ്റം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നവര് ഒരുപാട് പേര് അവിടെയുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആയിരുന്നു, ഇതിന് മുൻപേ അഭിലാഷ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അഭിലാഷ് ഇല്ല. അക്ബറും അപ്പാനിയും പിന്നെ അഭിലാഷും പിന്നെ അതേപോലെ തന്നെ ഒനിയിലും എല്ലാവരും എന്ത് പ്രശ്നം വന്നാലും അതിന്റെ പിറകെ വാല് പിടിച്ചിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നവരായിരുന്നു. പക്ഷേ ജിസേലിന്റെ മറ്റേ മേക്കപ്പ് ഇഷ്യൂ വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, അനുമോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടിട്ടാണ് എനിക്ക് അനുമോളോട് സിമ്പതി തുടങ്ങുന്നതും. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ജിസേലിന്റെ പാവാട തൂങ്ങി നടന്ന്, അതുകൊണ്ട് മാത്രമേ പറയല്ല, അത് ജിസേലിന്റെ മോശം കറക്റ്റാണോ, ജിസേല് ഗെയിം കളിക്കുന്നില്ലാണോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ഒരു പ്രശ്നം, അതായത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാത്തിനും ഭയങ്കര എനർജറ്റിക് ആയിട്ട് വഴക്കുണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നു. പക്ഷെ ജിസേൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും അതിനെ നോക്കുന്നുമില്ല, അതൊരു വലിയ തെറ്റായിട്ട് അവർക്ക് തോന്നുന്നുമില്ല. പക്ഷെ ജിസേലിന് എതിരെ ഇപ്പൊ ജിസേലിനെതിരെ ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ അവർ തെറ്റുകാരാവും. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് എനിക്ക് ജിസേലിനോട് ആ ഒരു ഇത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അല്ലാതെ ജിസേലിന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ലാലേട്ടന്റെ ഒരു എപ്പിസോഡിൽ പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ആർക്കാണോ അവർക്ക് സ്റ്റാർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അക്ബർ ജിസേലിനാണ് കൊടുത്തത്. ആ കൊടുക്കുന്ന സമയത്ത് അക്ബർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, പിന്നെ ഞങ്ങൾ മൊണ്ണകളൊന്നുമല്ല, ഞങ്ങൾ ജിസേലിന്റെ പിറകെ നടക്കുന്നുമില്ല, ജിസേൽ നല്ലൊരു മനുഷ്യത്വമുള്ള കൂട്ടത്തിലാണ്, നല്ല വ്യക്തിത്വമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാർ കൊടുക്കുന്നതെന്നാണ് അക്ബർ പറഞ്ഞത്. അക്ബറിന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. मोने अरे वेंडा मोने मैं क्या बोला था ना, ये हॉट है, हाँ मेंशन किया बस। अच्छा सिर्फ मेंशन किया, ശരിയല്ല. स्ट्रैटेजी देखा गाइस, अंदर फ्लर्टिंग स्ट्रैटेजी शुरू हो गई है. എന്താ മോളെ प्रॉपरली चटनी बना दूंगी मैं. ऐसा मत सोचना, दोस्त लोग यार मैं जो सोच नहीं रही वो भी तू सोचवा रहा है. ആക്ച്വലി ഇതൊരു ഫണ്ണി വീഡിയോ ആണ്. അതായത് അക്ബറിന്റെ വൈഫ് ഇട്ട ഒരു ഫണ്ണി വീഡിയോ ആണ്. അതില് മൊണ്ണയല്ലാത്ത അക്ബർ പറയുന്നുണ്ട് ജിസേൽ ഭയങ്കര ഹോട്ടാണ്, എന്നിട്ട് അത് ഹിന്ദിയിലും പറയുന്നു, ജിസേലിന് വേണ്ടിയിട്ട് ഹിന്ദിയിലും പറയുന്നു. എന്നിട്ട് ഞാൻ ചുമ്മാ മെൻഷൻ ചെയ്തേ ഉള്ളൂ, ജിസേൽ ഹോട്ടാണ് ഞാൻ മെൻഷൻ ചെയ്തേ ഉള്ളൂ എന്ന്. അപ്പൊ അതിന്റെ കൂടെ ഈ പുള്ളിക്കാരി, അത് അക്ബറിന്റെ വൈഫ് പറയുന്നത്, പിന്നെ വേണ്ട മോനെ അത് വേണ്ടാന്ന് വൈഫ് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് കേട്ടിട്ട് ആര്യം പറയുന്നുണ്ട്, ഞാനാണ് നിങ്ങളുടെ ഭാര്യയെങ്കിൽ, അക്ബറിനോട്, ഞാനാണ് നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഭാര്യയെങ്കിൽ നിങ്ങൾ ഇടിച്ച് ഞാൻ പപ്പടം ആക്കിയേനെ. അതിന് നല്ല നല്ല അടിപൊളി മറുപടിയാണ് പുള്ളിക്കാരന്റെ വൈഫ് കൊടുക്കുന്നത്, അതായത് അക്ബറിന്റെ വൈഫ് കൊടുക്കുന്നത്. പപ്പടമല്ല ഞാൻ ചട്നി ആക്കിയേനെന്നും പറഞ്ഞിട്ട്. അക്ബറിന്റെ ഈ ഫ്ലേട്ടിംഗ് കണ്ടിട്ട്, അതായത് ജിസേലിന്റെ പിറകെ നടക്കാത്ത അക്ബറിന്റെ ഈ ഫ്ലേട്ടിംഗ് കണ്ടിട്ട് അക്ബറിന്റെ വൈഫ് തന്നെ പുറത്ത് ഇരുന്നിട്ട് അക്ബറിനെ നല്ലപോലെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുന്നുണ്ട് അക്ബറിന്റെ വൈഫ് പുറത്ത്. ഇതിന് താഴെ കുറച്ച് കമന്റ്സ് ഉണ്ട്, ഞാൻ വായിക്കാം. അഖിൽമാരാർ സീസൺ പോലെ ഫാമിലിയെ കയറ്റി വരുന്ന ടാസ്ക് ഉടനെ വെക്കണം. മിക്കവാറും മിങ്കിളായി പോയ അക്ബർ ഖാൻ സിംഗിൾ ആയിട്ട് തിരിച്ചു വരാൻ പല ചാൻസും കാണുന്നുണ്ട്. പാവം അക്ബർക്ക ഇടികൊണ്ട് തീരാറാണ് വിധി എന്ന് തോന്നുന്നു. വാടക വീട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. വാടക വീട് വേണമെന്നോ? അപ്പോഴേക്കും ഇവര് സെപ്പറേറ്റ് ആക്കി. അതായത് ഓണത്തിനിടക്ക് പുട്ട് കച്ചടം എന്ന് പറയുന്ന പോലെ കമന്റ്സിനിടയിൽ വാടക വീട് കൊടുക്കാനും തുടങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നെഗറ്റീവ് കമന്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇതേപോലെ കമന്റ് ചെയ്തോ. ഡിലീറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഇത് പുറത്തോട്ടും ഈ ഒരു വീഡിയോ പോകുന്നുണ്ടെന്ന് അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. മാക്സിമം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, കാരണം ഞാൻ പുതിയൊരു യൂട്യൂബർ ആണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നല്ലതാണോന്ന് ഈ ബാക്ക്ഗ്രൗണ്ട് നല്ലതാണോ എന്ന് അറിയില്ല. ഇതിന് ദിവസം ചെയ്തതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ബാൽക്കണിന്നാണ് ഇപ്പോൾ നിന്ന് സംസാരിക്കുന്നത്, ക്യാമറ വെച്ചേക്കുന്നത് ബാൽക്കണിന്നാണ്. അപ്പൊ പുറത്തുള്ളവർക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ ഗൈസ്.